ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ദിസ് ഈസ് ലാസ്റ്റ് വോയേജ്. അപ്പോൾ നമ്മൾ കുറേ നാളായില്ലേ കണ്ടിട്ട്. ഞാൻ ഏകദേശം 1.5 വർഷമായി ഒരു വീഡിയോ ഇട്ടിട്ട്. ഓൾമോസ്റ്റ് 1 ഇയർ ആയി കാണും. പഴയ പോലെ വീഡിയോസോ കാര്യങ്ങളോ ഒന്നും ചാനലില്ലായിരുന്നു. അറിയാമല്ലോ, ഞാൻ കാനഡയാണ്. അപ്പോൾ അതിൻ്റേതായ തിരക്കും വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ടായിരുന്നു. അപ്പോൾ വീഡിയോയുടെ ടൈറ്റിൽ കാണുന്നവർക്കറിയാം, ഞാനൊരു ബൈക്ക് ഇവിടെ എടുത്തിട്ടുണ്ട്. ഏകദേശം 3 വർഷമായി കാനഡ വന്നിട്ട്. അറ്റ് ലാസ്റ്റ് ഞാനൊരു ബൈക്ക് ഇവിടെ മേടിച്ചു. ഇവിടെ ബൈക്ക് മേടിക്കാൻ ഡിലേ ആയാൽ ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്നാമത് പൈസയുടെ പ്രശ്നം, പിന്നെ ഇൻഷുറൻസ്, പിന്നെ നമുക്ക് ഇവിടുത്തെ ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. അപ്പോൾ നമുക്ക് ബൈക്ക് ആകെ സമ്മർ സീസണിലേ ഓടിക്കാൻ പറ്റത്തുള്ളൂ. ഏകദേശം 6 മാസം കിട്ടും ഭാഗ്യമുണ്ടെങ്കിൽ. ഇപ്പോൾ അത്യാവശ്യം നല്ല ക്ലൈമറ്റാണ്. എന്തായാലും ഞാൻ വണ്ടിയുടെ വിശേഷങ്ങളൊക്കെ ആയിരിക്കും ഇന്നത്തെ ഒരു വീഡിയോ. റൈഡിങ് വീഡിയോ നമുക്ക് കുറച്ച് കഴിഞ്ഞെടുക്കാം. ഞാൻ എന്തായാലും വണ്ടി എടുത്തുകൊണ്ട് ജസ്റ്റ് അടുത്തുള്ള കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് കുറച്ച് ഫോട്ടോസും കാര്യമൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ വാക്ക് അറൗണ്ടും അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയാം. പിന്നെ ഇതൊരു ചാനലിൻ്റെ ഒരു അപ്ഡേറ്റ് ആയിട്ട് കൂട്ടിയാൽ മതി. നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോസിനെ പറ്റി ഒരു ചെറിയൊരു അപ്ഡേറ്റ്. ഞാൻ റൈഡിങ് വീഡിയോസ് എന്താ ഇപ്പോൾ എടുക്കാത്തതിനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മെയിൻലി എൻ്റെ ഗോപ്രോയുടെ ചിൻ സ്ട്രാപ്പ്, നമ്മുടെ ഹെൽമെറ്റ് മൗണ്ട് ചെയ്യുന്ന സ്ട്രാപ്പും കാര്യങ്ങളൊക്കെ ഞാൻ നാട്ടി വെച്ചിട്ടായിരുന്നു വന്നത്. അപ്പോൾ ഇപ്പോൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങളെല്ലാം വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ റൈഡിങ് തുടങ്ങുന്നതാണ്. അതുകൂടാതെ ഞാൻ നമ്മുടെ ക്ലൈമറ്റ് ഒന്ന് റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് എല്ലാ വീക്കെൻഡ്സും അത്യാവശ്യം റൈഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഞാനിപ്പോൾ എൻ്റെ വർക്കിലോട്ടാണെങ്കിലും ബൈക്കിലൊക്കെയാണ് പോകുന്നത്. അപ്പോൾ നല്ല റൂട്ടാണ്. ആ റൂട്ടൊക്കെ നിങ്ങൾക്ക് കാണാൻ നല്ല രസമുള്ള സീനിക് റൂട്ടുകളാണ് ഞാൻ പോകുന്ന വഴിയൊക്കെ. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ പുതിയ അപ്ഡേറ്റ്. അപ്പോൾ വൈകിക്കണ്ട, നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ വണ്ടി നമ്മുടെ ഗാരേജിനകത്താണ് കയറ്റി വെച്ചിരിക്കുന്നത്. ഇതാണ് നമ്മളെടുത്ത നമ്മുടെ കാനഡയിലെ ഫസ്റ്റ് ബൈക്ക്. ബൈക്ക് എടുക്കാൻ ഒരുപാട് റീസണും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ വഴിയെ പറഞ്ഞുതരാം. നമ്മുടെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ പോലൊന്നും ഞാൻ പറയണമെന്നില്ല, കാരണം ഓൾറെഡി എല്ലാവർക്കും അറിയാവുന്നൊരു വണ്ടി തന്നെയാണ് ട്രയംഫിൻ്റെ സ്ട്രീറ്റ് 675. പക്ഷെ നമ്മുടെ ഇന്ത്യയിലെ വണ്ടിയും ഇവിടുത്തെ വണ്ടിയും തമ്മിൽ അത്യാവശ്യം കുറച്ച് ഡിഫറൻസുകളുണ്ട്. മെയിൻലി ഡിഫറൻസ് വരുന്നത് വണ്ടിയുടെ പവറിലാണ്. അപ്പോൾ അതൊക്കെ ഞാൻ എന്തായാലും വണ്ടിയുടെ ഡീറ്റെയിൽഡ് വീഡിയോയിൽ നമുക്ക് പറയാം. ജസ്റ്റ് കോൾ സ്റ്റാർട്ട് ചെയ്യാം. നാട്ടിൽ ഈ വണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് ഞാൻ, ഫ്രണ്ട്സിൻ്റെ ഒക്കെ, അതുപോലെ തന്നെ ഡേറ്റൂണെ ഉപയോഗിച്ചിട്ടുണ്ട്. സോ എൻജിൻ അത്രയ്ക്ക് റിലയബിൾ ആയിട്ടുള്ള, അത്യാവശ്യം വളരെ സ്വീറ്റ് ആയിട്ടുള്ള സൗണ്ടിങ് ഉള്ള ഒരു എൻജിനാണ്. നല്ല ലൗഡാണ്. എക്സോസ്റ്റൊക്കെ അത്യാവശ്യം ലൗഡാണ്. നമുക്ക് വന്നിട്ടുള്ള എക്സോസ്റ്റ് നമ്മൾ വെച്ചേക്കുന്നത് ടു ബ്രദേഴ്സിൻ്റെ റേസിംഗ് എക്സോസ്റ്റാണ്. അപ്പോൾ കാറ്റ് മാറ്റിയിട്ടുണ്ട്. അതാണ് ആ ലൗഡ്നെസ് നമുക്ക് ഫീൽ ചെയ്യാം. അപ്പോൾ ബേസിക്കലി ഒരു ഫുൾ സിസ്റ്റം പോലെ തന്നെയാണ് ആക്ട് ചെയ്യുന്നത്. ഇത് നമുക്ക് ഇപ്പോൾ ഈ വണ്ടിയല്ല നമുക്ക് വരുന്നത്. നമുക്ക് അറിയാം, നിങ്ങൾക്കറിയാവുന്ന പോലെ ട്രയംഫിൻ്റെ സ്ട്രീറ്റ് 765 ആണ് ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിലുള്ളത്. വണ്ടി അത്യാവശ്യം ക്ലീനാണ് കേട്ടോ. ഇത് 2014 മോഡലാണ്. കുറച്ച് തപ്പിയാണ് ഈ വണ്ടി എടുത്തത്. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാം, ഫ്രണ്ടിലൊക്കെ ഈ അഴുക്ക് വന്നിരിക്കുന്നത് എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസെക്ട്സ് ആണ് കേട്ടോ. നമ്മളിവിടെ ഞാൻ ഇച്ചിരി കൺട്രി സൈഡിലൊക്കെ ഓടിക്കുന്ന സമയത്ത് തന്നെ ഇഷ്ടംപോലെ ഇൻസെക്ട്സ് വന്നിട്ട് നമ്മുടെ ഹെൽമെറ്റിലും ബൈക്കിലും ഒക്കെ വന്നിരിക്കും. അപ്പോൾ ഈ വണ്ടി എടുക്കാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇൻഷുറൻസിൽ നമുക്കൊരു നേക്കഡായിട്ടും, പിന്നെ ഇതൊരു സ്പോർട്സ് വണ്ടി അല്ലെ, അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ളൊരു വണ്ടിയായിട്ടല്ല ഇൻഷുറൻസ് കൺസിഡർ ചെയ്യുന്നത്. അപ്പം ഞാൻ കോട്ട് എടുക്കുന്ന സമയത്ത് പല ഇൻഷുറൻസ് ഏജൻസിനെ നോക്കി കോട്ട് എടുക്കുന്ന സമയത്തും എനിക്ക് ഏറ്റവും കുറവ് കിട്ടിയ അത്യാവശ്യം പവറുള്ള ഒരു വണ്ടിയാണ്. ഇപ്പോൾ ഇതിൻ്റെ പവർ നിങ്ങൾ നാട്ടിലാണെങ്കിൽ എനിക്കൊന്ന് ഏകദേശം 80 BHP പവറേ വരുന്നുള്ളൂ. നമുക്കിവിടെ ആണെങ്കിൽ ഏകദേശം 110 BHP ആണ് വണ്ടിയുടെ പവർ വരുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷം നേരെ വണ്ടി വെളിയിറക്കി നമുക്ക് ഒരു റൈഡ് പോയിട്ട് പറയാം. വേറൊന്നുമില്ല, നമ്മുടെ S5 അവിടെ കിടപ്പുണ്ട്.
അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ മോസ്റ്റ്ലി ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞൊരു 3-4 ദിവസം കഴിഞ്ഞിട്ട് എന്തായാലും അതിൻ്റെ വീഡിയോ ഇടാം. അത് കംപ്ലീറ്റ്ലി സ്റ്റോക്കാണ് വണ്ടി. നമുക്ക് കുറച്ച് ട്യൂണിങ്ങും കാര്യങ്ങളൊക്കെ പ്ലാനുണ്ട്. ഇപ്പോൾ ഏകദേശം 360 bhp ആണ് അതിൻ്റെ പവർ ഔട്ട്പുട്ട്. അത് നമുക്ക് ഈസിലി 500 ക്രോസ് ചെയ്യാൻ പറ്റും. ബിക്കോസ് അത്രയ്ക്ക് ഈസിയാണ് ഈ വണ്ടികൾ ട്യൂൺ ചെയ്യാൻ. ഇതും നമ്മുടെ BMW-ൻ്റെ M340 ഒക്കെ. വണ്ടി ഇപ്പോഴും സ്റ്റിൽ ഇൻ വാറൻറ്റിയാണ്. അതാണ് ഞാനിപ്പോൾ കുറച്ച് മടിക്കുന്നത്. അപ്പോൾ എന്തായാലും കുറച്ച് എസ്തറ്റിക് ലുക്സും മാറ്റങ്ങളൊക്കെ നമുക്ക് ഉടനെ തന്നെ വണ്ടിയിൽ സെറ്റാക്കാം. പിന്നെ ബാക്ക് ടു അവർ ട്രയംഫ്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോസ് ഷൂട്ട് ചെയ്യാനായിട്ട് അപ്പോൾ ഇറങ്ങാം. ഓക്കെ, അപ്പം നേരെ നമുക്ക് വണ്ടി എടുത്ത് വെളിയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഹെൽമെറ്റ് ഇതാണ്. ഷാർക്കിൻ്റെ സ്പാർട്ടൻ RS എന്ന് പറഞ്ഞൊരു മോഡലാണ് കേട്ടോ. നമുക്ക് 2 ഹെൽമെറ്റ് ഉണ്ട്. ഒന്ന് ഷാർക്കിൻ്റെ സ്പാർട്ടൻ RSഉം പിന്നെ നമുക്ക് ഒരു HACയുടെ സീറ്റൻ എന്ന് പറഞ്ഞൊരു ബ്ലാക്ക് ഹെൽമെറ്റ് ഉണ്ട്. ഇത് നമ്മുടെ ആൽപൈൻ സ്റ്റാറിൻ്റെ SMK Air 1 അങ്ങനെ കണ്ടാണ് പേര്, കറക്റ്റ് അറിയില്ല. ബട്ട് ഇത് സമ്മറിൽ യൂസ് ചെയ്യാൻ നല്ലതാണ്. നല്ല വെൻറ്റിലേഷൻ വരുന്നുണ്ട്. പക്ഷെ അത്ര പ്രൊട്ടക്ഷൻ പറയാൻ പറ്റത്തില്ല. ഒരു സ്ട്രീറ്റ് ക്ലോസ് ആണ്, ഹാഫ് ഇതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഫുൾ ഗോണ്ടിലായിട്ട് മേടിക്കണം. അപ്പം നമുക്ക് നേരെ വണ്ടി എടുത്ത് ഇറങ്ങിയാലോ. ലുക്സ് ഗുഡ് റൈറ്റ്. നമുക്കിപ്പോൾ വൈറ്റ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ്. നമ്മുടെ കാറും വൈറ്റ്, ബൈക്കും വൈറ്റ്. അപ്പോൾ ഇതിന് വേണ്ട ബാർ ആൻഡ് മിറേഴ്സ് അവർ ഇതിന് മുമ്പത്തെ ഓണറാണ് കേട്ടോ. ഞാൻ ഇതിനകത്തൊന്നും ചെയ്തിട്ടില്ല. ഇതിന് മുമ്പത്തെ ഓണർ ഇതിനകത്ത് ചെയ്ത മോഡ്സാണ് ഇതെല്ലാം. ലുക്സ് ഗുഡ്. വളരെ ക്ലീനായിരുന്നു. ആൾ തന്നെ ടയേഴ്സ് ഫ്രണ്ട് ആൻഡ് ബാക്ക് മാറ്റിയായിരുന്നു. ചെയിനൊന്നും റസ്റ്റൊന്നും ഇല്ല. ബ്രേക്ക് പാഡ്സ് മാറ്റിയായിരുന്നു. സോ എനിക്ക് വലിയ പണിയൊന്നും വന്നിട്ടില്ല വണ്ടി എടുത്തു കഴിഞ്ഞ്. ജസ്റ്റ് ഇനി ചിലപ്പോൾ ഒന്ന് ഓയിൽ ചേഞ്ച് ചെയ്യണമായിരിക്കും. തൽക്കാലം ഇപ്പോൾ ഒരു കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ രജിസ്ട്രേഷനും ബാക്കി നമ്മൾ M1 M2 M എടുക്കുന്ന പ്രോസസ്സും ആ കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. ഇപ്പോൾ കറൻ്റ്ലി ഞാൻ M2 ആണ് ഓൺ ചെയ്യുന്നത്. അപ്പോൾ അതും ഒരു ഇൻഷുറൻസിൻ്റെ ഒരു ഭാഗമാണ്. നമുക്ക് നാട്ടിൽ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടും വലിയ കാര്യമൊന്നുമില്ല. ഇവിടെ ഇൻഷുറൻസ് നമ്മൾ ഇവിടെ പുതിയൊരു റൈഡറായിട്ട് തന്നെയാണ് അവർ കൺസിഡർ ചെയ്യുന്നത്. സോ നമുക്ക് നേരെ നമ്മുടെ സ്ഥലത്തോട്ട് പോകാം. അപ്പോൾ അവിടെ ചെന്നിട്ട് ഞാൻ ബാക്കി വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. ഒറ്റൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് പോകുന്ന അത് എൻ്റെ ഗോപ്രോയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഗോപ്രോ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഹെൽമെറ്റ് ഇതുവരെ ഞാൻ മൗണ്ട് ചെയ്തിട്ടില്ല. മൈക്കും കാര്യങ്ങളൊക്കെ എനിക്ക് അതിൻ്റെ ആക്സറീസ് ഇനി വരാനുണ്ട്. അപ്പോൾ അത് വന്നിട്ട് നമുക്കത് അങ്ങനത്തെ വ്ളോഗ്സ് നമുക്ക് ഉടനെ തുടങ്ങാം. ഇപ്പോൾ ജസ്റ്റ് ഒരു അപ്ഡേറ്റ് ആണ് കേട്ടോ. നിങ്ങൾക്ക് എന്താണ് വണ്ടിയെ പറ്റി പറയാനുള്ള അഭിപ്രായം എന്നും കൂടെ താഴെ കമൻസിൽ പറഞ്ഞേക്കാം കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മൾ കണ്ടായിരുന്നു യോർക്ക് റീജിയൻ ഫോറസ്റ്റ് എന്ന് പറഞ്ഞൊരു ഏരിയ ആണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് നമുക്ക് ഹൈക്ക് ചെയ്യാം. ഇവിടെ എനിക്ക് തോന്നുന്നു 2 വണ്ടികളുണ്ട്. അവരൊക്കെ ഒരു വണ്ടിയുടെ പുറകെ മറ്റേ ക്യാരിയറുണ്ട്. മേ ബി ഡേർട്ട് ബൈക്കൊക്കെ ട്രാക്ക് കാണും. അകത്തോട്ട് ആൾക്കാരൊക്കെ അതൊക്കെ എടുത്തുകൊണ്ട് പോകും. ലീഗിലാണോ അല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല ഇതിൻ്റെ അകത്ത്. പക്ഷേ ഇതാണ് നമ്മുടെ ബ്രൗൺ ഹിൽ ട്രാക്ട് എന്ന് പറഞ്ഞ ഒരു യോർക്ക് റീജിയണൽ ഫോറസ്റ്റാണ് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഹൈക്കിംഗ് മാപ്പൊക്കെ. അപ്പോൾ ഹൈക്ക് ചെയ്യേണ്ടവർക്കൊക്കെ ഇതിൻ്റെ അകത്തൂടെ കയറിപ്പോകാം. നമ്മുടെ ഇന്നത്തെ പരിപാടി ഹൈക്കിംഗ് ഒന്നല്ല. അപ്പോൾ കണ്ടില്ല, നമ്മുടെ വണ്ടി നൈസ് ലുക്കാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ടൊക്കെ കാണുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഹെഡ് ലൈറ്റാണ് ഭയങ്കര ഒരു വിയേർഡ് ഷേപ്പ് പോലെ കാണും. ഒരു ലേഡി ബഗിൻ്റെ ഒക്കെ കൂട്ട് തന്നെ. അത് തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഭംഗി. ഇപ്പോൾ നമ്മൾ ഏതൊരു ഇങ്ങനത്തെ വിയേർഡ് ലുക്കിംഗ് വണ്ടികളും കുറച്ച് കഴിയുമ്പോൾ നമുക്കത് യൂസ്ഡ് ആവാറുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഇതിൻ്റെ ഇത്. ഇപ്പോൾ വണ്ടി ഇപ്പോൾ ഞാൻ ഓടിച്ചുകൊണ്ട് വന്നപ്പോൾ തന്നെ വളരെ നല്ല ക്ലൈമറ്റാണ് കേട്ടോ ഇന്ന്. അപ്പോൾ കുറേ നാൾ കാത്തിരുന്നിട്ടാണ് കേട്ടോ ഞാനൊരു ബൈക്ക് ഇവിടെ എടുക്കാൻ പറ്റിയത്. അപ്പോൾ എനിക്കറിയാം ഞാൻ വീഡിയോസ് ഇടുന്നത് വളരെ കുറവാണ്. ഞാൻ ആക്റ്റീവ് അല്ല യൂട്യൂബിൽ. ബേസിക്കലി ഞാൻ എൻ്റെ ചാനൽ ഭയങ്കരമായിട്ട് ഡെഡായിട്ടിരിക്കുകയാണ്. എന്നിട്ടും എനിക്കറിയാം ഇപ്പോൾ ഈ വീഡിയോസിനാണെങ്കിലും ഒരുപാട് വ്യൂസോ കാര്യങ്ങളോ ഒന്നും കാണത്തില്ല. ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് കുറച്ച് ഇങ്ങനത്തെ വീഡിയോസൊക്കെ കാണണമെന്ന് എനിക്ക് മെസ്സേജ് വന്നതിൻ്റെ പേര് മാത്രമാണ് കേട്ടോ. അല്ലെങ്കിൽ ഞാനും വിചാരിച്ച വീഡിയോസ് ഒന്നും ഇടണ്ട, ജസ്റ്റ് നമുക്ക് ആഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ നടത്തി അങ്ങ് പോയാൽ മതി. സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റയിൽ മാത്രം ജസ്റ്റ് പോസ്റ്റുകളിട്ട് അങ്ങനെ പോയാൽ മതി എന്ന് വിചാരിച്ചു. പക്ഷേ എന്തോ എവിടെയോ എനിക്ക് കുറച്ച് ആൾക്കാരുടെ മെസ്സേജുകളും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് വീണ്ടും വീഡിയോസ് ഇടണമെന്ന് തോന്നി. അങ്ങനെയാണ്. എന്തായാലും നമുക്കൊരു 6 മാസം ടൈമുണ്ട് നമ്മുടെ വിൻ്റർ ആവുന്നവരെ. അതുവരെ നമുക്ക് ബൈക്സൊക്കെ നമുക്ക് അത്യാവശ്യം വീഡിയോസ് എടുക്കാം. അത് കഴിഞ്ഞൊരു 4 മാസം എന്തായാലും ചാനലും ഒരു ഡ്രൈ സീസൺ ആയിരിക്കും ബൈക്കിൻ്റെ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ആ സമയത്ത് ഞാൻ
അപ്പോഴും എനിക്ക് ആ ഒരു എനർജിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അപ്പോഴും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാം. കാനഡ വന്നിട്ട് ഇപ്പോൾ ഏകദേശം 2 വർഷം കഴിഞ്ഞു, 2-2.5 ഓൾമോസ്റ്റ് 3 ഇയേഴ്സ് ആവുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ 2 തവണ നാട്ടിൽ വന്നായിരുന്നു. പിന്നെ മെൻ്റലി അത്ര ഓക്കെ അല്ലായിരുന്നു പലപ്പോഴും, അതാണ് വീഡിയോസും കാര്യങ്ങളും ഒന്നും അങ്ങനെ എടുക്കാഞ്ഞത്. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അത്യാവശ്യം കുഴപ്പമില്ലാതെ വീഡിയോസൊക്കെ ഞാൻ ഇട്ടേനെ. പിന്നെ വർക്ക് ഭയങ്കര ഹെക്റ്റിക്കായിരുന്നു. ഞാൻ എൻ്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞ് ജോബ് കാര്യങ്ങൾ അതൊക്കെ സത്യം പറഞ്ഞൊരു സെപ്പറേറ്റ് വീഡിയോ ആണ്. നമുക്ക് റൈഡ് ചെയ്യുമ്പോൾ അതൊക്കെ സംസാരിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ എനിക്ക് ഈ ഒരു വേ ഓഫ് വ്ളോഗിങ് അത്ര പരിചയമില്ലെന്ന് നിങ്ങൾക്കും അറിയാം. ഞാനങ്ങനെ യൂസ്ഡ് അല്ല. അപ്പോൾ എന്തായാലും ഒരുപാട് മിസ്റ്റേക്ക് ഇതിനകത്ത് ഞാൻ കാണിക്കും. ഇതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. ഈ ഒരു വീഡിയോയിൽ എനിക്കറിയാം ഒരുപാട് കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഇതുപോലത്തെ ഒരുപാട് ഇങ്ങനത്തെ കൺട്രി സൈഡ് ഏരിയാസ് ഉണ്ട് കേട്ടോ. ഞാൻ നിൽക്കുന്ന ഒരു സ്ഥലത്ത് ഇവിടെ അത്യാവശ്യം നല്ല നൈസ് കുറേ സ്പോട്ടുകളുണ്ട്. ശരിക്കും ഞാൻ പോലും അങ്ങനെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. ഞാനിപ്പോൾ ഇവിടോട്ട് മൂവ് ചെയ്തിട്ട് ഏകദേശം 1 വർഷമായി. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്നെ ഇൻസ്റ്റയിൽ നിങ്ങൾ DM ചെയ്യുക. ഇവിടുത്തെ ഞാനിപ്പോഴും ഒരു ന്യൂ റൈഡറാണ് കേട്ടോ. ഇവിടെ ഞാൻ എൻ്റെ ആദ്യത്തെ ബൈക്കാണ്. ഞാനിവിടെ അങ്ങനെ എനിക്കൊരു കണക്ഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഇവിടെ ബൈക്ക് ഓടിക്കാൻ എൻ്റെ ഒരുമിച്ച് റൈഡ് പോകാൻ താല്പര്യമുള്ളവരൊക്കെ എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് ചെയ്യുക. നമുക്ക് ഫ്രീ ആയിട്ടുള്ള സമയത്ത് നമുക്ക് മീറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ബൈക്കുകളും എൻ്റെ ചാനലിൽ ഷോക്കേസ് ചെയ്യാം. നമുക്ക് നിങ്ങൾക്കും പുതിയ കുറേ ബൈക്കുകൾ കാണാം, അല്ലെങ്കിൽ പുതിയ സ്ഥലങ്ങൾ കാണാം, പുതിയ ആൾക്കാരെ പരിചയപ്പെടാം. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു ബേസിക് പരിപാടി. അപ്പോൾ നമ്മുടെ നാട്ടിലെ പോലെ നമുക്കൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ടായിരുന്നല്ലോ, നമ്മൾ എല്ലാ ടൈമിലും നമ്മൾ റൈഡ് പോകുന്നതും. നിങ്ങൾക്കറിയാം നമ്മുടെ സൺഡേ നമ്മുടെ മോർണിംഗ് റൈഡിന് എന്തോരം ആൾക്കാർ ആ സമയത്ത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന്. അപ്പോൾ അവരൊക്കെ ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ആ ടൈമിലൊക്കെ. ഇപ്പോൾ വണ്ടി ഓടിക്കുമ്പോഴാണെങ്കിലും ഒറ്റയ്ക്ക്, ഞാൻ എപ്പോഴും അങ്ങനെ ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ച് നടക്കുന്നൊരു വ്യക്തിയല്ല. എനിക്ക് എപ്പോഴും ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് അത്രയും സമാധാനമാണ്. എനിക്ക് ബൈക്കാണെങ്കിലും യാത്ര പോവുകയാണെങ്കിലും എപ്പോഴും. അതൊക്കെ ഉള്ളൂ ഗൈസ് ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ. ജസ്റ്റ് ഒരു അപ്ഡേറ്റ് ആണ്. നമ്മുടെ വണ്ടി ഇതാണ്, ട്രയംഫിൻ്റെ സ്ട്രീറ്റ് ട്രിപ്പിൾ. അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഉടനെ വരുന്നതാണ്. അപ്പോൾ ഇനിയും തൊട്ട് നമ്മുടെ ചാനലിൽ ഉടനെ നൈസ് വീഡിയോസൊക്കെ വരുന്നതാണ്. ഗൈസ് ഈ വ്യൂ നോക്കിയേ, എന്തായാലും ഇവിടുന്ന് നമുക്ക് സൈൻ ഓഫ് പറയാം. ദിസ് ഈസ് ലാസ്റ്റ് വോയേജ്. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. പീസ്. Music is the reason why I stay.